കോതമംഗലത്ത് നവീകരിച്ച മുനിസിപ്പൽ മാർക്കറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം മന്ത്രി പി രാജീവ് നിർവഹിച്ചു. ടൗണിലെ CCTV ക്യാമറ ശൃംഖലയുടെ ഉദ്ഘാടനവും മന്ത്രി നടത്തി. കോതമംഗലം മുനിസിപ്പാലിറ്റി 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് മാർക്കറ്റ് സമുച്ചയം നവീകരിച്ചത്. ഉദ്ഘാടനം മന്ത്രി പി രാജീവ് നിർവഹിച്ചു. ടൗണിൽ സ്ഥാപിച്ചിട്ടുള്ള 70ഓളം നിരീക്ഷണ ക്യാമറകളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ പഴയ അവസ്ഥ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ പറയേണ്ടതില്ല. അത് നന്നായി നവീകരിച്ച് ആളുകൾക്ക് വന്നു പോകാൻ പറ്റാവുന്ന മികച്ച സൗകര്യമുള്ള ഒരു മാർക്കറ്റാക്കി മാറ്റുന്നതിന് നേതൃത്വം നൽകിയതിന് നഗരസഭയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആധുനിക ക്രിമിറ്റോറിയം അതിൻ്റെ നിർമ്മാണം അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈകാതെ അതും പൂർത്തീകരിക്കാൻ കഴിയും. CCTV നിയന്ത്രിതമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ആധുനിക കാലഘട്ടത്തിൽ അത്യാവശ്യമാണ്. അതെല്ലാം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുത്തിയും ഒപ്പം തന്നെ മുനിസിപ്പൽ ഓഫീസുമായി ബന്ധപ്പെട്ടൊക്കെ ആയിരിക്കും അതിൻ്റെ നിയന്ത്രണ സംവിധാനങ്ങളുള്ളത്. 2-3 ഗുണങ്ങളുണ്ട്. മാലിന്യം വലിച്ചെറിഞ്ഞാലും CCTVയിൽ അറിയാൻ പറ്റും. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ പുതിയ പദ്ധതി പ്രകാരം മാലിന്യം വലിച്ചെറിയുന്നത് ആരെങ്കിലും ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പിൽ അയച്ചു കൊടുത്താൽ ഫൈൻ അടിക്കണതിൻ്റെ ഒരു ഭാഗം അയച്ചു കൊടുത്താൽ കിട്ടും. അപ്പോൾ അതിപ്പോൾ നന്നായി നടപ്പിലാക്കി അതിനുവേണ്ടി തന്നെ ചെറുപ്പക്കാർ കുറേ പേർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ശുചിത്വ കോതമംഗലത്തിന് കൂടി അത് സഹായകരമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതോടനുബന്ധിച്ച് നടത്തിയ സമ്മേളനത്തിൽ ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ KK ടോമി, S സതീഷ്, EK ശിവൻ, KA നൌഷാദ്, നിഷ ഡേവിസ്, രമ്യ വിനോദ്, ബിൻസി തങ്കച്ചൻ, അഡ്വക്കേറ്റ് ജോസ് വർഗീസ്, AG ജോർജ്, സിജോ വർഗീസ്, KA ജോയി, PT ബെന്നി, ഷമീർ പനക്കൽ, NC ചെറിയാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. GTV ന്യൂസ്, കോതമംഗലം.